മലപ്പുറം മുണ്ടക്കടവ് കോളനി നിവാസികൾ DF ഓഫീസിലെ മരത്തിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നു. സർക്കാർ അനുവദിച്ച ഭൂമി സ്വന്തം പേരിൽ പതിച്ചു നൽകാത്തതിലാണ് 2 പേരുടെ പ്രതിഷേധം. ഇവരുമായി രമ്യാദാസ് ചിരിയാണ്. രമ്യ, പ്രതിഷേധം, അനുനയ നീക്കം ഏതെങ്കിലും തരത്തിൽ നടക്കുന്നുണ്ടോ? മരത്തിന് മുകളിൽ കയറിയവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളെല്ലാം പുരോഗമിക്കുകയാണ്. പോലീസും അതുപോലെ തന്നെ ജനപ്രതിനിധികളും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും എല്ലാവരും തന്നെ ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. നിലവിൽ 2 പേരാണ് ഇത്തരത്തിൽ മരത്തിന് മുകളിൽ കയറിക്കൊണ്ട് പ്രതിഷേധം നടത്തുന്നത്. മലപ്പുറം നിലമ്പൂർ DF ഓഫീസിന് സമീപമുള്ള മരത്തിൽ ഏകദേശം ഒരു ഉച്ചയോടെ എത്തിയ 2 പേരാണ് ഇത്തരത്തിൽ പ്രതിഷേധവുമായി മരത്തിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ പ്രധാന ആവശ്യങ്ങൾ എന്താണ്? ഈ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ സാധ്യതയുണ്ടോ? ബന്ധപ്പെട്ടവർ എന്താണ് പറയുന്നത്? KP 2019 ഈ പ്രളയവുമായി ബന്ധപ്പെട്ട് വീട് നഷ്ടപ്പെട്ട കരളാരി മുണ്ടക്കടവ് ഉന്നതിയിലെ കുടുംബത്തിലെ അംഗങ്ങളാണിവര്. ഏകദേശം 53ഓളം കുടുംബങ്ങൾക്ക് ഇവിടെ വീട് ലഭിക്കാനുണ്ട്. ഇതിൽ ഏകദേശം 18ഓളം കുടുംബങ്ങളാണ് ഇപ്പോൾ DF ഓഫീസിലുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധമാണ്. കാരണം കഴിഞ്ഞ 2 മാസമായി ഇവർ ഇതുമായി ബന്ധപ്പെട്ട് DF ഓഫീസിലെല്ലാം കയറി ഇറങ്ങുന്നുണ്ട്. എന്നാൽ അനുകൂല നടപടി ഇവർക്ക് ഇതുവരെ ലഭ്യമായിട്ടില്ല എന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ആത്മഹത്യാ ഭീഷണി ഇപ്പോൾ നിലവിൽ ഇവർ മുഴക്കുന്നത്. ഈ 2018 ഇതുമായി ബന്ധപ്പെട്ട് ഈ വനാവകാശ നിയമപ്രകാരം ഇവർ അപേക്ഷയെല്ലാം സമർപ്പിച്ചിരുന്നു. തുടർന്ന് ഹൈക്കോടതി വിധി മൂലം അനുകൂല വിധി നേടിയിട്ടും ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ വനം വകുപ്പും എതിർ നിൽക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ നിലവിൽ 2 പേരാണ് ഇത്തരത്തിൽ മരത്തിൽ കയറിയിട്ടുള്ള ഒരു പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് ജനപ്രതിനിധികളെയും അതുപോലെ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും പോലീസിന്റെയും എല്ലാം നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. KP ശരി. മലപ്പുറം മുണ്ടക്കടവ് കോളനി നിവാസികളാണ് DF ഓഫീസിലെ മരത്തിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നത്. സർക്കാർ അനുവദിച്ച ഭൂമി സ്വന്തം പേരിൽ പതിച്ചു നൽകാത്തതിലാണ് പ്രതിഷേധം. 2 പേരാണ് ഇങ്ങനെ പ്രതിഷേധിക്കുന്നത്. രമ്യാദാസാണ് വിവരങ്ങൾ നൽകിയത്.